ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു ദാൾ മഖനിയാണ്. ദാൾ മഖനി എന്താ പറയുക, നമ്മുടെ ഉഴുന്നില്ലേ, മുഴുവൻ ഉഴുന്ന്, കറുത്ത ഉഴുന്ന്, തൊലി കളയാത്ത ഉഴുന്ന്, അതുകൊണ്ടാണ് അത് മെയിനായിട്ട് ഉണ്ടാക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് കറുത്ത ഉഴുന്നും പിന്നെ ഒരു 1/4 ഗ്ലാസ് രാജ്മേൻ, പിന്നെ ഒരു മസൂർ ദാൾ കിട്ടും, മസൂർ പരിപ്പ്, അതും ഇട്ടുണ്ട്. അതൊന്നും നിർബന്ധമൊന്നുമില്ല, നമുക്ക് കറുത്ത ഉഴുന്ന് തന്നെയായാലും ഇതുണ്ടാക്കാം കേട്ടോ. രാജ്മ വേണമെന്നൊന്നും ഇല്ല. അപ്പോൾ ഞാനിതെല്ലാം കൂട്ടിയിട്ടാണ് വെള്ളത്തിലിട്ടത്. അത് ഇന്നലെ രാത്രി വെള്ളത്തിലിട്ടു. ഇപ്പോൾ രാജ്മ എല്ലാം നല്ലോണം കുതിർന്നിട്ടുണ്ട്. ഇനി നല്ലോണം കഴുകിയാണ് വെള്ളത്തിലിട്ടത്. ഇനി നമുക്കത് കുക്കറിൽ നല്ലോണം വിസിൽ കൊടുത്താൽ മതി. അപ്പോൾ അതിനായിട്ട് കുക്കർ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഇത് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ഇത് നേരത്തെ കഴുകി കാരണം നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. മുകളിൽ നിൽക്കണ പോലെ നല്ലോണം വെള്ളം ഒഴിക്കണം. എന്നിട്ട് നമുക്ക് മീഡിയത്തിൽ വെച്ച് നമുക്ക് വിസിലടിപ്പിക്കാൻ പാടുള്ളൂ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുക്കർ അടച്ചിട്ട് നമുക്ക് ഈ ഉഴുന്ന് വേവിക്കാൻ വയ്ക്കാം. ഒരു 4 വിസിലെങ്കിലും മിനിമം വേണം കേട്ടോ. 4 വിസിൽ മീഡിയത്തിൽ വെക്കുകയും വേണം, ഹൈയിൽ വെക്കരുത് സ്റ്റൗവ്. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് നല്ലോണം വേവിക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 തക്കാളി, ഒരു 10-15 വെളുത്തുള്ളി, ഒരു 2 വലിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഞാനിങ്ങനെ തക്കാളിയുടെ മോൾ ഭാഗം കളഞ്ഞിട്ട് ഇങ്ങനെ നടു കീറിയിട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതിന് തൊലി ഊരിപ്പോരുമല്ലോ, അപ്പോൾ നമുക്ക് അരയ്ക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഞാൻ 4 വൃത്തിയാക്കി അതിന് വേണ്ടത്ര വെള്ളം ഒഴിച്ചു. മോൾ ഭാഗം വരെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് അത് അരച്ചെടുക്കാം, അതിൻ്റെ തോല് കളഞ്ഞിട്ടേ. ഇപ്പോൾ അത് തക്കാളി നല്ലോണം തിളച്ചു, നല്ലോണം വെന്ത് അതിൻ്റെ തോലൊക്കെ നല്ലോണം ചുളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നന്നാക്കി വെച്ച ഇഞ്ചി ഉണ്ടല്ലോ, അതിന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും, പിന്നെ നമ്മുടെ വെളുത്തുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്, അതും കൂടി ചതച്ചെടുക്കാം. നന്നായി ചതച്ചെടുക്കുക. ഞാൻ ചതച്ചെടുത്തു. അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപയോഗിച്ചാലും മതി കേട്ടോ. പിന്നെ നമ്മുടെ കുക്കർ വിസിലൊക്കെ വന്ന് തണുത്ത് കഴിഞ്ഞു. നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. കയ്യിലിട്ട് നോക്കിയപ്പോൾ, വിരലിങ്ങനെ നോക്കിയപ്പോൾ നല്ലതായിട്ട് പരിപ്പെല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കയ്യിൽ വെച്ചിട്ട് സ്പൂണോ കയ്യിലോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി അതിനെ യോജിപ്പിച്ച് കൊടുക്കാം. ഒന്ന് ഉടച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഉഴുന്ന പരിപ്പൊക്കെ വല്ലാണ്ട് ഇങ്ങനെ കണ്ണും മിഴിച്ച് കിടക്കും. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ, കറിക്ക് ഒരു യോജിപ്പ് വരില്ല. അതിന് വേണ്ടിയിട്ട് ഒരു കയ്യിൽ വെച്ചിട്ട് നമുക്ക് നല്ലോണം ഉടച്ചു കൊടുക്കാം കേട്ടോ. കടോലുണ്ടെങ്കിൽ അതുകൊണ്ടും ചെറുതായിട്ടൊന്ന് ഉടയ്ക്കാം കേട്ടോ. ഞാൻ കയ്യിൽ വെച്ച് ഉടച്ചു. അപ്പോഴേക്കും തക്കാളി എല്ലാം നല്ലോണം തണുത്തിരിക്കണു. അപ്പോൾ അതിൻ്റെ തോലൊക്കെ നമുക്ക് ഉരിഞ്ഞ് കളഞ്ഞിട്ട് മിക്സിയിൽ അരച്ച് വയ്ക്കാം. അപ്പോൾ ഞാൻ തോല് ഊരി കളഞ്ഞു. ഇനി നമുക്ക് തക്കാളിയെല്ലാം മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഞാനപ്പോൾ തക്കാളി ഒന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ തക്കാളി അരച്ച് കൊണ്ടുവന്നു. ഇനി നമുക്ക് ചീഞ്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ദാൾ മഖനി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ റീഫൈൻഡ് ഓയിലും പിന്നെ 2 സ്പൂൺ വെണ്ണയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. വെണ്ണ ഇല്ലെങ്കിൽ നെയ്യ് ഇട്ടോളൂ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. 1 സ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു, 2 പട്ട, 1 ഏലക്കായ, ഒരു 3 കരയാമ്പൂവ്, പിന്നെ വലിയ ഏലക്കായ ഉണ്ടെങ്കിൽ ചതച്ചിട്ടോളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അതിനെ മൂപ്പിക്കുക, നല്ലോണം മൂപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തുമല്ലോ, അതിട്ട് കൊടുക്കുക. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം മൂക്കുന്നവരെ നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നല്ല മണം വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലോണം മൂത്തിരിക്കണു. ഇനി അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. അത് ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങളുടെ എരിവനുസരിച്ചും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മുളക് പൊടി നല്ലോണം ഒന്ന് മൂപ്പിക്കണം. അതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ അരച്ച് വെച്ച തക്കാളിയുടെ പ്യൂരി ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. തക്കാളി ഒഴിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട, മിക്സി കഴുകിയൊന്നും ഒഴിക്കേണ്ട. ഇപ്പോൾ ഇനി നമുക്കതൊന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ തക്കാളി ഒന്ന് നല്ലോണം വെന്ത് കിട്ടണം. അതുവരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിൽ നമ്മൾ ഉള്ളിയൊന്നും ചേർക്കണില്ലല്ലോ, അപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല തിക്കാവാൻ വേണ്ടിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഞാനൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു കളറിന് വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ ഈ തക്കാളി മാത്രമല്ലേ ചേർക്കുള്ളൂ, അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് 2 മിനിറ്റ് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ മസാല ഒന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം.
ഇപ്പോൾ നല്ല പാകമായിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഇളക്കി നോക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ചേർക്കാനുണ്ട്. 1 സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, അതാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. വീട്ടിൽ ജീരകണി ഒന്ന് വറുത്ത് പൊടിച്ച് ചേർത്താൽ മതി. അപ്പോൾ എന്നിട്ട് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ മസാല നല്ലോണം മൂത്ത് വരണം, അതിന് വേണ്ടിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ മസാല ഒന്നുകൂടി മൂക്കാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ മസാല മൂത്തു. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നല്ലോണം മൂത്തിട്ടുണ്ട്. തുറന്ന് നോക്കിയപ്പോൾ ഇനി നമ്മൾ ഉടച്ച് വെച്ച എന്താ പറയുക ഉഴുന്ന് ഇട്ട് കൊടുക്കുക. ഉഴുന്ന് നല്ലോണം വെന്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, ഇനി വെള്ളമൊന്നും ഈ സമയത്ത് ഒഴിക്കരുത്. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മസാല ഒന്ന് അതിൽ പിടിക്കട്ടെ, ഉഴുന്നിൽ നല്ലോണം പിടിക്കട്ടെ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് 2 മിനിറ്റ് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഈ സമയത്ത് നമുക്ക് കുറച്ച് ക്രീം ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ ക്രീം ചേർത്ത് കൊടുത്തു. ഇനി ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. ക്രീം ചേർത്താൽ അതിൻ്റെ ശരിക്കുള്ളൊരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ക്രീം അഥവാ ഇല്ലെങ്കിൽ വീട്ടിൽ പാലിൻ്റെ പാടയിരിക്കണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ കുക്കറിൽ ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ നമ്മൾ തക്കാളി തിളപ്പിച്ചെടുത്ത വെള്ളം ഉണ്ടല്ലോ, അതായാലും മതി, അത് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് വേണ്ടത്ര ഗ്രേവിയുടെ അത്ര വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്ന് നല്ലോണം തിളപ്പിക്കണം. പിന്നെ അതുമല്ല, അത് അത്ര വെള്ളമാവാനും പാടില്ല. ഇനി നമുക്ക് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ കറി നല്ലോണം പാകമായി വരുന്നുണ്ട്. ഇപ്പോൾ നല്ല നിറവും വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒന്ന് ടേസ്റ്റ് നോക്കുക, ഉപ്പൊക്കെ പാകമല്ലേ നോക്കണം. കസൂരി മേത്തി കുറച്ച് ഇട്ട് കൊടുത്തു. പിന്നെ കസൂരി മേത്തി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും നമ്മുടെ ദാൽ മഖനിയിൽ പിടിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന മല്ലിയുടെ ഇലയാണ്. മല്ലിയുടെ ഇല ഞാൻ നേരത്തെ തന്നെ ഇവിടെ ഉണക്കി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിരുന്നു. അപ്പോൾ അതാണ് ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ചും കൂടി ക്രീം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മുടെ കറി ഏകദേശം തയ്യാറായിട്ടുണ്ട്. 2-3 ടീസ്പൂൺ നമുക്ക് ക്രീം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല സ്വാദുണ്ടായിരിക്കും. നല്ലോണം ഇളക്കി കൊടുക്കുക. അത്രയും തിക്കായിട്ട് വരികയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ ദാൽ മഖനി ഏകദേശം തയ്യാറായിട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഞാനൊരു സ്പൂണും കൂടി ഫ്രഷ് ക്രീമാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം കേട്ടോ. ഞാൻ സെർവിങ് ബോളിലേക്ക് മാറ്റി അതിന് മുകളിൽ കൂടെ കുറച്ചും കൂടി ക്രീം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി അഭിപ്രായം പറയണം കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്താൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക്